നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മല കയറി വഴിപാട് നടത്തുന്നതിനെ കുറിച്ച് ഞാനും അവന്തിക സംസാരിച്ചു എന്നുള്ളത് ശരിയാ. ഒരുപക്ഷെ അവന്തിക സംസാരിച്ചത് ആതിര കേട്ട് കാണും. എന്നാൽ ഞാൻ അവന്തികയോട് സംസാരിച്ചത് ആതിര കേട്ടിട്ടില്ല. എത്രയോ നാളുകളായി എന്റെ ചേച്ചി ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നു. അവർക്ക് ദൈവം നൽകിയ ഒരു അവസരമായത്. അത് മുടക്കാൻ ദൈവം ധനുഷ് കൂട്ടു നിൽക്കരുത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അർച്ചന എനിക്കും സ്നേഹിക്കും ഇപ്പൊ ദൈവത്തെ പോലെയാ. പറച്ചിലൊന്നും പ്രവൃത്തി മറ്റൊന്നും. ഇങ്ങനെ കള്ളം പറയരുത് ധനുഷ്. ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അർച്ചനയും സച്ചേട്ടനും ആ മല കയറി അവിടുത്തെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയിരിക്കും. അപ്പൊ പ്രതിസന്ധികൾ ഉണ്ടാവുമെന്ന് ധനുഷിന് ഉറപ്പാ അല്ലേ? ഉണ്ടാകും. അവന്തികയുടെ സ്വഭാവം അറിയാലോ. അർച്ചനയ്ക്ക് ഉടൻ കുഞ്ഞുണ്ടാകുമെന്ന് അറിഞ്ഞതോടുകൂടി അവന്തികയ്ക്ക് അസൂയ മൂത്തു നിൽക്കുക. അതുകൊണ്ടാണ് അവന്തികയും കൂടി മല കയറാൻ തീരുമാനിച്ചത്. അതെനിക്ക് മനസ്സിലായി. അതില് ധനുഷിന്റെ റോൾ എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ തൽക്കാലം നമ്മളെ രണ്ടും മാത്രമേ അറിയാൻ പാടുള്ളൂ. അവര് മല കയറി തിരിച്ചിറങ്ങി വരുന്നതുവരെ ഇക്കാര്യം ആരോടും പറയരുത്. കാരണം ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നതിനിടയിൽ ഈ വീട്ടിൽ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല. ആ വാക്ക് ആതിര എനിക്ക് തരണം. ഞാൻ വാക്ക് എന്നിട്ട് എന്തിനാ? പറയാം. അർച്ചനയും സച്ചേട്ടനും മല കയറി വഴിപാടുകൾ നടത്തുന്നതിനിടയിൽ പല പ്രതിസന്ധികൾ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ചിലപ്പോ അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാ അവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. ഒരു കുഴപ്പവും കൂടാതെ അവര് വഴിപാടുകൾ നടത്തി മലയിറങ്ങി തിരികെ വരും. ഇതെന്റെ വാക്കാ. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടുപോയതുകൊണ്ട് ധനുഷ് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതല്ലാന്ന് ആര് കണ്ടു? വിശ്വസിക്കണം. ആതിരയ്ക്കറിയാലോ, സ്നേഹ ഇപ്പൊ ഗർഭിണിയാ. ആ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കാൻ ഞാനും അവളും. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും പ്രതീക്ഷയുമാണ് വരാൻ പോകുന്ന ആ കുഞ്ഞ്. അതിനെ സാക്ഷിയാക്കി ഞാൻ പറയാം, സച്ചിയേട്ടന്റെയും അർച്ചനേടത്തിന്റെയും യാത്രക്കിടയില് ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും അതൊന്നും വിജയിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അതിന് ധനുഷ് മല കയറാനൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ അവിടെ നടക്കുന്നത് ധനുഷ് എങ്ങനെ അറിയാനാ? അതൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ദയവ് ചെയ്ത് ഇക്കാര്യം ആതിര മറ്റൊരാളോടും പറയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. ധനുഷ് പറയുന്നത് ശരിയായിരിക്കും. എന്തായാലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യം ചേർത്ത് വെച്ച് പറഞ്ഞതല്ലേ, അപ്പൊ പിന്നെ അത് സത്യമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.